നാടും നാട്ടുകാരും ഒക്കെ നല്ലവരാ. കുട്ടി ഒരു പുരയിൽ കയറി ചെല്ലുമ്പോൾ അതാണല്ലോ വേണ്ടത്. അച്ഛനാണോ? ആ എന്നൊക്കെയാ പറയുന്നത്. പറഞ്ഞത് നോക്കണ്ട, സംഘം പോലത്തെ മനുഷ്യൻ. ഞാൻ നോക്കട്ടെ. ആ പെങ്ങളുട്ടിയാ. എടാ ഏടിയില്ലെന്നാ പറഞ്ഞേ? ആ കിട്ടി. ഞാൻ നോക്കട്ടെ. എടാ എടാ ഇതിൽ കുറേ ഉണ്ടല്ലോ. നോക്ക്, അതിൽ ഉത്രാട നക്ഷത്രം ഉണ്ടാവും. ഉത്രാടം ജനിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഈ ആ കോളം ഇല്ലേ കല്ല് വരച്ച, അതിന്റെ ഏറ്റവും അടിയിൽ ഷാ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഷാ. എന്നാല് നടുവിൽ കൂന്ന് എഴുതിയിട്ടുണ്ടാവും. കൂ. അത് തന്നെ, അത് കൊടുത്തു. ആ വരുന്ന്. പെൺകുട്ടികളെ കെട്ടിക്കേണ്ട പ്രായത്തിൽ കെട്ടിക്കണം. ഓളെ കെട്ടിക്കാനായിക്കില്ല. ജാതകം കുട്ടിക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞാളൊന്നും ഒന്ന് നോക്കണമല്ലോ. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയാ ഞാൾ നോക്കുന്നത്. 2-3 ആലോചനകൾ പെൻഡിങ്ങില്ല. എന്താന്ന് അറിയില്ല. ഓൾക്ക് ഇവിടുത്തെ ചെക്കനെ വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു. അതിന് ഓനെന്തോ ഒരു 10 റാസ് കുറവ് അല്ലേ? പിന്നല്ലാണ്ട്. നിങ്ങൾ അങ്ങോട്ട് പോയിക്കില്ല ചേച്ചി? ആ ഭവിതയ്ക്ക് എന്നെ ഒന്ന് അങ്ങോട്ട് വിളിച്ചൂടേനോ? കുഴപ്പമില്ല, നിങ്ങൾ വരി. ആടെ നിക്ക് ചെക്കാ, എന്ത് കോലത്. അല്ല എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്തൂടേനോ? ആ ചെക്കൻ വന്നല്ലോ. എന്തല്ല പണി സൈറ്റില്ലേ? ഇവന് 10-100 പണിക്കാരുള്ളതാ. എല്ലാവർക്കും അവന്റെ കണ്ടെത്തണ്ടേ. അളിയനാ പോലീസിലാ. ഇത് കാര്യമൊന്നുമില്ല, ഇപ്പൊ സസ്പെൻഷനില്ല. എല്ലാരും ചായ അടിച്ചോട്ടാ. അത് അന്വേഷണ വിധമായിട്ട് ചെറിയൊരു. ഇന്ന് ചെക്കൻ്റെ പിറന്നാളാണല്ലേ? അല്ല വയസ്സ് എത്രയായി? വയസ്സ് 31. മാമന്റെ കേക്ക് കുറിച്ചാലോ അച്ഛാ? അത് ശരിയാ, നമുക്കിതൊരു ബർത്ത്ഡേ പാർട്ടി ആക്കാം. അത് ശരിയാ. കക്കൂസ് എവിടെയാണ്? കക്കൂസ് ഇവിടെ ബാക്കില്ല. ഭവിത ആരെങ്കിലും ഉണ്ടോ കക്കൂസില്? അച്ഛൻ പോയിട്ടുണ്ട്. ആ എന്നാ കണക്ക് തന്നെ. ശരി. ഓ എന്തൊരു നാറ്റാടിയാ. ആയിക്കോട്ടെ, എന്നാ പിന്നെ നമുക്ക് കേക്ക് കട്ടിയല്ലേ? ആ മൃഗേഷേ, കേക്ക് കെട്ടിയടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ചെക്കൻ നശിപ്പിക്കും. ചെക്കന് 31 ഇതെന്താ 40? ഈ ബന്ധം ശരിയാവില്ല. പിന്നെ ഇതിനൊക്കെ സമയം പോക്കണ്ട. ചെക്കന് വയസ്സ് എത്രയെന്നാ പറഞ്ഞേ? ഞാളെ പെണ്ണിന് 19 വയസ്സേ ഉള്ളൂ. ഇനി ഞാളെ പറ്റിക്കാന്ന് വിചാരിക്കണ്ടാ. എടാ കുമാര, എനിക്ക് പെണ്ണെന്നും പറഞ്ഞ് ഞാൻ നാട്ടിൽ കണ്ട എന്റെ കാലിന്റെ മുട്ട ഞാൻ അടിച്ചോടിച്ചു കളയും. ഒരു മര്യാദ വേണം. അയ്യോ അതല്ല, ഇത് ഓന്റെ അല്ല, ഓന്റെ അളിയന്റെയാ. അളിയന്റെയാ. അയ്യോ പോലെ അളിയ ബില്ല് വേം വാ. എന്താ ഈ സാധനം കിട്ടോ? അത് ബാക്ക് സെറ്റ് വിട്ടോ. എന്ത് നാടാപ്പ ഇത്. ഓരോരുത്തൻ ഇരിക്കാൻ സമ്മതിക്കൂല. അതോ സമാധാനത്തോടെ ഒന്ന് വഴിയിടാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത നാട്. എന്തൊരു നാട്. അത് ശരി. എൻ്റെ കള്ളം വാങ്ങി കുടിച്ചിട്ട് വെറുതെ ചിരക്കാൻ നിൽക്കല്ലേ. ഞാൻ ഇന്ന് കുപ്പി വാങ്ങി എൻ്റെ പ്രശ്നത്തിനൊരു തീരുമാനം ഉണ്ടാക്കാനാണ്. ഉണ്ണി എന്താണ് ഉദ്ദേശിച്ചത്? എൻ്റെ ഒരു ഗതികേട് എന്താ നിങ്ങൾ കാണാണ്ട് പോകുന്നത്? എൻ്റെ കൂടി പഠിച്ച കൊല്ലൻ്റെ അടുത്ത് ശ്രീചാരൻ്റെ മോളെ വരെ ഞാൻ പെണ്ണ് കാണാൻ പോയിക്ക്. ഇമ്മാസം കണ്ട 7 എണ്ണം പൊളിഞ്ഞു പോയി. ഏത് നാനൂറ്റില്ല എനക്കുള്ള പെണ്ണുള്ള. ഇവൻ്റെ കല്യാണം മുഴങ്ങുന്ന ഇവൻ്റെ കുറ്റം കൊണ്ടല്ലെങ്കിലും ഞാളുള്ളത് പറയും. അതിൽ കമലാളിനും തെറ്റാറിനാന്നേ. ആ ഇനി എൻ്റെ നെഞ്ചത്തേക്കായിരിക്കും. പിന്നെ അല്ലാണ്ട് ഇത് തന്നെ ഇവിടുത്തെ പ്രശ്നമോ? ഈ നിലത്തുറക്കാത്ത കുപ്പിയുണ്ട് നിങ്ങൾ.
ബ്രാൻഡി, വിസ്കി, റമ്മ്, ഇമ്മാതിരി കൂടുതൽ സെറ്റപ്പിൽ ഒഴിവാക്കിയിട്ട് നല്ല സ്കോച്ച് വിസ്കി, സിംഗിൾ മാൾട്ട്. ആ പറമ്പത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു കൂതറ സെറ്റപ്പ് അല്ലടാ. ആകെ കൂടെ ഒരു ആശ്വാസം ആ ജിഷേനെ കാണുമ്പോഴാണ്. അളിയ, ഓ, തുച്ഛമായ ഒരു കള്ളിൻ്റെ പേരിൽ ഗൗരവതരമായ ഒരു ചർച്ച കുളവാക്കരുത്. ഓ, കള്ള എത്ര വേണമെങ്കിലും വാങ്ങാം, നമുക്ക് കാര്യം നടക്കണം. സർക്കാർ ജോലി ഇല്ലാത്തവർക്ക് ഇവിടെ പെണ്ണ് കിട്ടുമെന്ന് നോക്കണമല്ലോ. ഇന്നോട്ട് ബ്രിഗേഷനെ കെട്ടിക്കാൻ നമുക്ക് ഒരുമിച്ച് ഇറങ്ങിക്കളിയാം. നക്ഷത്ര പൊരുത്തമില്ലാതെ കല്യാണം മുടങ്ങുന്നവർക്കും 2-3 പൊരുത്തമില്ലാത്തവർക്കും പാവജാതകം, ചൊവ്വാദോഷം എന്നീ പാവപ്പെട്ട ജാതകം കൈവശമുള്ളവർക്കും വേണ്ടി വാടാ. വാക്കാണ്. ആന്നു എന്തല്ലേനു അളിയൻ്റെ വീട്ടിൽ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു കല്യാണം ഇപ്പം തന്നെ നടന്നു. ബ്രിഗേഷേ, ഇനി ചോദിക്കുമ്പോഴത്തേന് എൻ്റെ കോന്തൽ കിട്ടെടുക്കുന്ന സാധനമല്ല ഇത്. കാണുന്നവർക്ക് ഇന്നെ പിടിക്കണ്ടേ? ഒരു കാര്യമില്ലാത്ത ബ്രാക്കൂട്ട ഒരു തണ്ടി വന്നാ എഴുന്നടാ. എന്തിനാ ഇത്ര ബോഡി ബിൽഡപ്പ്? സകലമാന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് ഞാൻ വരുന്നത്. കൂടോത്രൊന്നും നടപടിയാവൂലേ മോനെ? എന്താളിയാ, കൂടോത്രല്ല, കൊടക് ഹുടുക്കി. കൊടക് ഹുടുക്കി? ആ, കൊടക് ഹുടുക്കി എന്ന് പറഞ്ഞാൽ കൊടകിലെ സുന്ദരിയായ പെൺകുട്ടി. കുടകിലെ അതിസുന്ദരികളായ പെൺകുട്ടികളെ കല്യാണം കഴിക്കാനുള്ള സുവർണാവസരം. 17, 18, 19, ഏറിപ്പോയി 20 വയസ്സ് പ്രായം. ഓടോ എടാ, വെറുതെ പറയുന്നല്ല. ഞാൻ കാഞ്ഞങ്ങാട് ബ്രേഷ്യർ കൊടുക്കുന്ന ഷോപ്പിലെ 3 സെയിൽസ്മാൻമാരെ കല്യാണം കഴിഞ്ഞ്, അത് ഇവനേക്കാളും ക്ഷീണം. ആ, അതിലൊരുത്തൻ്റെ കല്യാണത്തിന് ഞാൻ ഇന്നലെ പോയിക്ക്. വയസ്സ് 41 വയസ്സ് വരണ്, വധു വെറും 19. ആ, ഞാള് വിചാരിച്ചാല് ഇന്നലെ കല്യാണം കഴിഞ്ഞവനെ വിളിച്ച ബ്രോക്കർ നമ്പറെല്ലാം കിട്ടും. വേണ വേണം വേണം. എന്താ പിന്നെ ഒപ്പിച്ചേ? എന്നാ സാധനം നടക്കട്ടെ, നടക്കട്ടെ. വികാഷേ, സ്വന്തം നാടിനും വീടിനും വേണ്ടാത്ത നിന്നെ ഇന്നു മുതൽ കൊടകിന് വേണം. നീ ഇന്നു മുതൽ കൊടക പ്രകേഷ്. വല്ലാണ്ട് വിടല്ലേ, വെള്ളം ഒഴിക്കണ്ട. വെള്ളം ഞാൻ ചോറിന് കൊടുക്കും. എടാ ബ്രിഗേഷേ, കൊടക് ചാലു വായിക്കേ. 1 ലക്ഷം റുപ്യ ഏജൻസി ചാർജ് കെട്ടണം. എന്നാ ഓഫർ പറഞ്ഞു കൊടുക്കണോ? ഓഫറോ? ആ, എടാ, പെണ്ണിന് 1.5 ലക്ഷം റുപ്യ, അച്ഛന് 50,000, അമ്മക്ക് 30,000, പിന്നെ അനിയന് ജോലി ഉണ്ടെങ്കിൽ 30, ഇല്ല 20 കൊടുക്കേണ്ടി വരും. എനിക്ക് അവിടെ പോയി പാർക്കണമെങ്കിലേ ഒരു മുറിഞ്ഞ് എടുത്ത് കൊടുക്കണേ. ചിലപ്പോൾ കക്കൂസും കെട്ടി കൊടുക്കേണ്ടി വരും. എന്താക്കണം, ഒക്കെ കൂടെ ഒരു 3-3.5 ലക്ഷം റുപ്യ ആവും. വേണോ? എനിക്ക് കിട്ടിയ ലാസ്റ്റ് ചാൻസ് ആയത് കേട്ടിക്കാ. സമ്മതാണെങ്കിൽ പറ, നമുക്ക് ഞായറാഴ്ച പോവാ. എന്താ പണിക്ക് ഡെയിലി പോകേണ്ടി വരുവാ. പോയാ ഓന് നന്ന്. ഇനി എന്താണ് ആലോചിച്ച് കൂട്ടുന്നേ? പറഞ്ഞൂടെ? സമ്മതം. ആ, എന്നാ പിന്നെ പോവാ അല്ലേ? ആ,